നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ കാത്തിരിക്കുന്ന 2016 പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനാണ് LDC നോട്ടിഫിക്കേഷൻ. LDC നോട്ടിഫിക്കേഷന്റെ വേക്കൻസികൾ കൂടാനുള്ള സാധ്യത എത്രമാത്രമാണ്? നിങ്ങൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിയമനം പ്രതീക്ഷിക്കണോ? നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സാധ്യത ഈ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. അതിനു മുൻപ് മക്കളെ, 2023 503/2023 എന്ന് പറയുന്ന റാങ്ക് ലിസ്റ്റിൽ ഏതാണ്ട് 10,000-ഓളം ആളുകൾ മെയിൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നിയമനം അതിനനുസരിച്ച് നടക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതാണ്ട് 8 മാസത്തോളമായി, ഒക്ടോബർ മാസം 1, 2025 റാങ്ക് ലിസ്റ്റ് പുറത്തു വരുന്നത്. ഇന്ന് 8 മാസം പൂർത്തിയാവുകയാണ്. പക്ഷെ 8 മാസം കഴിയുമ്പോഴും കൃത്യമായിട്ടുള്ള ഒരു നിയമനം നടന്നിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് മൊത്തത്തിൽ പരിശോധിച്ചാൽ നിലവിൽ ഇതുവരെയുള്ള റാങ്ക് ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യേണ്ട തിരുവനന്തപുരം ജില്ലയിൽ പോലും 58 അഡ്വൈസുകളാണ് ഇതുവരെ പോയിട്ടുള്ളത്. 8 മാസം കൊണ്ട് 58 അഡ്വൈസുകൾ മാത്രമാണ് പോയിട്ടുള്ളതെന്ന് കാണാൻ കഴിയും. ഏതാണ്ട് 1079 പേര് മെയിൻ ലിസ്റ്റിൽ മാത്രമുള്ള ഒരു ലിസ്റ്റാണ്, റാങ്ക് ലിസ്റ്റാണ് തിരുവനന്തപുരത്തിൻ്റെത്. അതിലും അത്രയും തന്നെ ആളുകൾ സപ്ലിമെന്ററി ലിസ്റ്റും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് 3000-നടുത്ത ആളുകൾ ആ ലിസ്റ്റിൽ മൊത്തത്തിൽ വരും. പക്ഷേ 58 വേക്കൻസികൾ മാത്രമാണ് ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ള, അല്ലെങ്കിൽ അഡ്വൈസ് പോയിട്ടുള്ളത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും അധികാരി വർഗം കണ്ണു തുറക്കേണ്ട സമയമാണ്. കുട്ടികൾ അത്രയും കഷ്ടപ്പെട്ട് ഒരുപാട് നാളുകളുടെ എഫോർട്ടിന്റെ ഫലമായിട്ടാണ് അവർ ഈ റാങ്ക് ലിസ്റ്റിൽ വന്നത്. പ്രത്യേകിച്ച് LD പോലെയുള്ള റാങ്ക് ലിസ്റ്റ് അത്രയും പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കുട്ടികൾ എത്തുക. പക്ഷേ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും അത്രയും നല്ലൊരു പൊസിഷനിലേക്ക് എത്തിയിട്ടും നിയമനം ലഭിക്കുന്നില്ല എന്നുള്ളത് തീർച്ചയായും അവർക്ക് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. തുടക്കത്തിലുള്ള ആ ഒരു വേഗതക്കുറവ് ഇപ്പോൾ കുറച്ചൊന്ന് ബെറ്റർ ആയിട്ടുണ്ട്. കുറച്ചുകൂടി വേഗത്തിൽ നിയമനങ്ങൾ നടക്കുന്നുണ്ട്. അത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലയുടേതാണ് എടുത്തു വെച്ചിരിക്കുന്നത്. 1/8/2025 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. 58 അഡ്വൈസുകളാണ് നിലവിൽ പോയിട്ടുള്ളത്. 58 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. ലാസ്റ്റ് അഡ്വൈസ് പോയത് 10/3. ഓക്കെ, മെയിൻ ലിസ്റ്റിൽ 1079 പേരാണ് LDC റാങ്ക് ലിസ്റ്റിൽ ഉള്ളത്. 1079 പേര് മെയിൻ ലിസ്റ്റിലുണ്ട്. 5%, 5%, അതായത് 95% പേര് മെയിൻ ലിസ്റ്റിൽ അവിടെ കിടക്കുകയാണ്. സപ്ലിമെന്ററി ലിസ്റ്റ് ഞാൻ കൂട്ടിയിട്ടില്ല. മെയിൻ ലിസ്റ്റിൽ 95% പേര് പുറത്തു കിടക്കുകയാണ്. 5% പേർക്ക് മാത്രമാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. ഇനി നമ്മൾ മറ്റു ജില്ലകളിൽ കൂടി മൊത്തത്തിലുള്ള ഒരു ഡേറ്റ പരിശോധിക്കുകയാണെങ്കിൽ ഏതാണ്ട് 9,627, അതായത് 10,000-നടുത്ത ആളുകൾ മെയിൻ ലിസ്റ്റിൽ മാത്രമുണ്ട്. LDCയിൽ മെയിൻ ലിസ്റ്റിൽ മാത്രം 10,000-ഓളം ആളുകൾ ഉള്ളതാണ് LDC റാങ്ക് ലിസ്റ്റ്. കേരളത്തിലെ മുഴുവൻ ജില്ലകളും കൂടെ നോക്കിയാൽ മൊത്തത്തിൽ പോയിരിക്കുന്നത് 885 അഡ്വൈസുകളാണ്. അതായത് 9% പോയിരിക്കുന്നത്. 10% പോലും ഈ 8 മാസം കൊണ്ട് എത്തിയിട്ടില്ല. ഇനി 4 മാസം കൂടെ കഴിഞ്ഞാൽ ഈ വർഷം കഴിയുകയാണ്. അപ്പം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിന്റെ രീതി തീർച്ചയായിട്ടും മാറേണ്ടതുണ്ട്. നമുക്ക് അനുകൂലമായിട്ട്, അല്ലെങ്കിൽ പാലിക്കാൻ കഴിയുന്ന തരത്തിൽ SSCയും RRBയും ഒക്കെ UPSCയും ഒക്കെ മുൻകൂട്ടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന, വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്ന കാലഘട്ടമാണ്. പക്ഷേ ഗവൺമെന്റ്, കേരള ഗവൺമെന്റിന്റെ സംവിധാനങ്ങളിൽ അത്തരത്തിൽ റിപ്പോർട്ട് നടക്കുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്. അപ്പൊ അതുകൂടി ഒരുക്കിയാൽ കുറച്ചുകൂടി വേഗത്തിൽ ഈ സംവിധാനങ്ങൾ റൺ ചെയ്യുമെന്നുള്ളതാണ്. വേക്കൻസികൾ കൃത്യസമയത്ത് റിപ്പോർട്ട് ആകുമെന്നുള്ളതാണ് കാര്യം. അപ്പൊ ഇവിടെ 9% മാത്രമാണ് അഡ്വൈസ്. എങ്കിലും ഇപ്പോൾ അഡ്വൈസുകളുടെ വേഗത കൂടുന്നുണ്ട്. ഒരു 2 മാസം മുമ്പ് വെറും 2.7% മാത്രമാണ് നിയമനം നടന്നിരുന്നത്. ഇപ്പോഴത് കൂടി എത്രയായി? 9%-ലേക്ക് എത്തി. അപ്പൊ കുറച്ചുകൂടി വേഗത്തിൽ നിയമനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയും മാറ്റം ഉണ്ടാകും. കുറച്ചുകൂടി വേഗത്തിൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടും. വേക്കൻസികൾ കൃത്യമായിട്ട് അഡ്വൈസുകൾ അയക്കപ്പെടുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രതീക്ഷയാണ്. ഇനി അടുത്തൊരു നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വരിക? 2026 നവംബർ അല്ലെങ്കിൽ ഡിസംബർ മാസത്തിലായിട്ട് പുതിയ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുകയാണ്. 2026 നവംബർ അല്ലെങ്കിൽ ഡിസംബർ മാസത്തിൽ പുതിയ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുകയാണ്. കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഈ ഒരു എക്സാമിലേക്ക് എത്തേണ്ടതുണ്ട്. കാരണം എന്താണ്? പുതിയ പഠിച്ചിറങ്ങുന്ന, ഡിഗ്രി ഒക്കെ പഠിച്ചിറങ്ങുന്ന കുട്ടികളുണ്ട്. ഡിഗ്രി പഠനത്തിലായിരിക്കുന്നവരെ തീർച്ചയായും 18 വയസ്സ് കഴിഞ്ഞവരെ പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്നുണ്ട്. നിലവിൽ പരീക്ഷ കഴിഞ്ഞ, അല്ലെങ്കിൽ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറെ അധികം പേരുണ്ട്. ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ നന്നായി പെർഫോം ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് തീർച്ചയായും ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് LDC പരീക്ഷ. ഇനി അത് മാത്രമല്ല, ഏജ് ലിമിറ്റ് കൂട്ടിയിട്ടുണ്ട്. 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഒരു ജനറൽ കാറ്റഗറിക്കാരൻ അപ്ലൈ ചെയ്യാൻ പറ്റും. നിലവിൽ എത്രയാണ്? 18 വയസ്സിന് 36 വയസ്സുമായിരുന്നുവെങ്കിൽ അത് മാറ്റിയിട്ട്
ഇപ്പം 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ജനറൽ കാറ്റഗറിക്കാരന് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ OBC ആണെങ്കിലോ 18 വയസ്സിനും 39 ആയിരുന്നുവെങ്കിൽ അത് മാറ്റി 18 വയസ്സിനും 43 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഒരു OBC കാരന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ SC ST ആണെങ്കിലോ 18 41 എന്നുള്ളത് ഇപ്പോൾ 18 വയസ്സിനും 45 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഏജിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ജനറൽ OBC SC ST കാറ്റഗറികളിൽ കുറെ അധികം കുട്ടികൾ അവർക്ക് പ്രതീക്ഷയറ്റ ഇനി എഴുതാൻ പറ്റില്ല എന്ന് വിചാരിച്ച 4 വർഷം കൂടി എന്താണ് അവിടെ ഒരു ഇളവ് ലഭിക്കുകയാണ്. അത്രയും പേർക്ക് കൂടി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളത് വളരെ പ്രതീക്ഷ തന്നു. അങ്ങനെയാണെങ്കിൽ ഏത് ഏജിനിടയ്ക്കുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? മക്കളെ, നിങ്ങളൊരു 2/1/1986നും 1/1/2008 ഇടയിൽ ജനിച്ച ജനറൽ കാറ്റഗറിക്കാരനാണെങ്കിൽ അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. 2/1/1983നും 1/1/2008 ഇടയിൽ ജനിച്ച ആളാണെങ്കിൽ നിങ്ങൾ OBC കാരനായിട്ടുള്ള ആളാണെങ്കിൽ അപ്ലൈ ചെയ്യണം. 2/1/1981നും 1/1/2008 ഇടയിൽ പ്രായമുള്ള SC ST കാരനാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ നിങ്ങൾ എല്ലാവരും നോട്ടിഫിക്കേഷൻ വരെ വെയിറ്റ് ചെയ്യേണ്ട. ഇപ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നന്നായി പഠിച്ചു പോകാൻ പറ്റും. വലിയ ടാസ്ക് അല്ല. കാരണം നമുക്ക് 100 മാർക്കാണ്. 100 മാർക്കിന് വേണ്ടി ഒരു സിലബസ് അവർ തന്നിട്ടുണ്ട്. ആ സിലബസ് അനുസരിച്ച് പഠിച്ചു പോയാൽ മാത്രം മതി. അപ്പൊ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്ത ഇപ്പോഴത്തെ തിരുവനന്തപുരം ജില്ലയിലെ 503/2023 കാറ്റഗറി നമ്പറിലെ 384ാമത്തെ റാങ്കുകാരനായ നമ്മുടെ വൈഷ്ണവ് സാറാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബാച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാച്ചിൽ വൈഷ്ണവ് സാറിന്റെ പ്രത്യേകത ഇതാണ്. മക്കളെ, വൈഷ്ണവ് സാറ് ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യുന്നത് തന്റെ 22ാമത്തെ വയസ്സിലാണ്. ഏജ് 22 വയസ്സ് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ അറ്റംപ്റ്റ് ആണ്, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഈ ഒരു റാങ്കിലേക്ക് എത്താൻ പറ്റി. എത്രയാണ് റാങ്ക്? 384 എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്താൻ പറ്റി. അപ്പൊ ആദ്യ ചാൻസ് ആയിരുന്നു. 22 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 384ാമത്തെ റാങ്കിലേക്കാണ് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന്റെ ഡിഗ്രി പഠന കാലഘട്ടത്തിലാണ് അദ്ദേഹം പഠിച്ചു തുടങ്ങിയത്. അപ്പൊ നിങ്ങളെ പലതരത്തിലുള്ള ആളുകളെ അദ്ദേഹത്തിന് അഡ്വൈസ് ചെയ്യാനായിട്ട് പറ്റും. അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജികൾ വെച്ചുകൊണ്ടാണ് LDCയുടെ ഗോൾഡ് ബാച്ച് നമ്മൾ റൺ ചെയ്യുന്നത്. അപ്പം നേടാൻ ഉറച്ചവരെ ഒരിക്കലും തോൽക്കാൻ വിടില്ല വൈഷ്ണവ് സാറ്. നിങ്ങൾക്ക് വേണ്ടി പ്രോപ്പർ മെന്റർഷിപ്പിൽ ഡിസൈൻ ചെയ്ത ബാച്ചാണ് LDC ഗോൾഡ് ബാച്ച്. ഈ ഒരു ബാച്ചിൽ 250 പേരെ മാത്രമേ നമ്മൾ മാക്സിമം ഉൾക്കൊള്ളിക്കുകയുള്ളൂ. അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കുറേ സീറ്റുകൾ ഫില്ലായി പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് മക്കളെ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. നമ്മുടെ അക്കാഡമിക് കോർഡിനേറ്റേഴ്സ് നിങ്ങളെ വിളിക്കും. 82812266 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. ഈ ഒരു ബാച്ചിൽ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ, നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകൾ കൃത്യമായിട്ട് തരും. അതിനോടൊപ്പം തന്നെ ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് കൃത്യമായിട്ട് കിട്ടും. വൈഷ്ണവ് സാറിന്റെ ഒരു മേജർ മേൽനോട്ടം ഇതിനുണ്ടായിരിക്കും. സാറിന്റെ മെന്റർഷിപ്പ് സെഷനുകൾ ഉണ്ടായിരിക്കും. അമൽ സാറിന്റെയും എന്റെയും ഉള്ള മോട്ടിവേഷണൽ സെഷനുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ബാച്ചാണ് LDC ഗോൾഡ് ബാച്ച്. ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ഒരു ഗൂഗിൾ ഫോം താഴെയുണ്ട്, ഫില്ല് ചെയ്യാം. അല്ലെങ്കിൽ 8281223366 എന്ന നമ്പറിലേക്ക് വിളിക്കാം. ഒരു സംശയമില്ല, നിങ്ങളുടെ ലൈഫിനെ മാറ്റാൻ കഴിയുന്ന ഒരു ബാച്ചായിട്ട് LDC ഗോൾഡ് ബാച്ച് മാറും. ഇപ്പൊ തന്നെ അഡ്മിഷൻ എടുത്തോടാ. ആത്മാർത്ഥമായിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. നമുക്ക് ക്ലാസ്സിൽ കാണാം.